നമസ്കാരം. KCL കേരളത്തിലെ ക്രിക്കറ്റിൻ്റെ ജാതകം മാറ്റുന്ന ഒരു പ്രോജക്റ്റായി മാറുകയാണ്. ക്രിക്കറ്റിനെ എങ്ങനെ 100% പ്രൊഫഷണൽ ഗെയിമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ഇനി മുതൽ ക്രിക്കറ്റ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കാര്യം കരിയർ ഡിസൈൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ക്രിക്കറ്റ് മാറുക. ഓരോ വ്യക്തിയും, ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ വ്യക്തിയും അതിലൂടെ നേടുന്നത് ഭാവിയിൽ അവരെത്തുന്ന തൊഴിൽ മേഖലയിൽ എങ്ങനെ അച്ചടക്കമുള്ള, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന, എങ്ങനെ ടാർഗറ്റ് ഓറിയൻറ്റഡായിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഫഷണലായിട്ട് മാറുക എന്നതുകൂടി ഈ ക്രിക്കറ്റിൻ്റെ ഉദ്ദേശമാണ്. ആ ക്രിക്കറ്റിലൂടെ വളരെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ, ഫിറ്റ്നസ്സുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക, എങ്ങനെ ടാർഗറ്റ് ഓറിയൻറ്റഡായിട്ട് അവരെ മാറ്റുക, എങ്ങനെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ എത്രയും, അതായത് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ അവരെ എങ്ങനെ പാകപ്പെടുത്തിയെടുക്കുക, അവരുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് സ്ട്രാറ്റജീസ് മാറ്റിക്കൊണ്ട് എത്തുക, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എങ്ങനെ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക, ഇതെല്ലാം ക്രിക്കറ്റിലൂടെ നമ്മൾ അറിയാതെ നേടുന്ന ചില പരിശീലനമാണ്. ഈ ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന ഓരോ പ്ലെയറും ഏതെങ്കിലുമൊക്കെ ക്യാമ്പസിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രവർത്തകരെല്ലാവരും തന്നെ ഏതെങ്കിലും ക്യാമ്പസിലെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻസ് ആയിരുന്നു. ആ രീതിയിലാണ് ഞങ്ങൾ സെലക്ഷൻ പ്രോസസ്സ് പോലും നടത്തുന്നത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിജയകരമായി മാറ്റിയ ഈ ഒരു ഫോർമുല മറ്റ് സ്ഥലത്തും എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളെ ഈ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള നല്ല നല്ല ഫ്യൂച്ചർ മാനേജേഴ്സിനെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഈ ഒരു മെസ്സേജ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുക, ഇത് സ്കൂൾസ്, കോളേജ് ലെവലിലേക്ക് എത്തിച്ചിട്ട് അവിടെയെല്ലാം ക്ലബ്സ് ഫോം ചെയ്യുക. ക്രിക്കറ്റ് കളിക്കുക മാത്രമല്ല, അത് ആസ്വദിക്കുക കൂടി, എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കുക. അതിനുവേണ്ടി ക്രിക്കറ്റിൻ്റെ നിയമങ്ങളെല്ലാം നമ്മളവരെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രിക്കറ്റിൽ 22 പേര് IPL കളിക്കുമ്പോൾ ഒരു 20,000 പേർക്ക് അതിന് പുറത്ത് തൊഴിലുണ്ട്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് തൊഴിലുണ്ട്. ആ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് തൊട്ട്, അവിടുത്തെ ക്യാൻറ്റീൻ ഓപ്പറേഷൻ തൊട്ട്, അവിടുത്തെ മീഡിയ റിലേറ്റഡ് പ്രോജക്റ്റ് തൊട്ട്, ഇതിൻ്റെ ഗിയേഴ്സ് ഉണ്ടാക്കുന്നത് തൊട്ട്, അങ്ങനെ 100 കണക്കിന് തൊഴിൽ സാധ്യതകൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയും ഈ ക്രിക്കറ്റ് ഒരു പാഷനാക്കി മാറ്റുന്നവർക്ക് നാളെ 100 കണക്കിന് തൊഴിലവസരങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവരെ മാറ്റുക. കാര്യം ഒരു നല്ല ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും പോവുക, പരിശീലനം നേടുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിക്കറ്റിൽ മാത്രമാണ് നമുക്ക് ലോഗിംഗ് സിസ്റ്റം ഉള്ളത്. ആ ലോഗിംഗ് സിസ്റ്റം തന്നെയാണ് ഇൻഡസ്ട്രിക്ക് നമുക്ക് വേണ്ടത്. ISO സിസ്റ്റത്തിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ലോഗ് ചെയ്തെടുക്കാനുണ്ട്. അത് ക്രിക്കറ്റ് നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം ക്വാളിറ്റീസ്, അതാണ്ട് 25ഓളം ക്വാളിറ്റീസ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് വഴി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നത്. ഈ കഴിവ് അവർ ക്രിക്കറ്റ് കളിച്ച് പരിശീലിച്ച് കഴിയുമ്പോൾ പിന്നീട് നാളെ അവർ ഏത് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴും വളരെ ഈസിയാണ് ആ ഇൻഡസ്ട്രിക്ക് അവരെ മോൾഡ് ചെയ്തൊരു നല്ല പ്രൊഫഷണലാക്കി മാറ്റാനും നല്ലൊരു ടീം ലീഡറാക്കി മാറ്റാനും സാധിക്കും. അതുകൂടി ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുന്നതിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇത് കൊല്ലം ജില്ലയുടെ ടീമാണ് എടുത്തിരിക്കുന്നതിലും കൊല്ലം ജില്ലയിൽ ആദ്യം എല്ലാ സ്കൂൾസിലും കോളേജിലും ഇതിൻ്റെ ക്ലബ്സ് തുടങ്ങുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം കേരളത്തിൽ ഇതിൻ്റെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യുക. നാളെ ഈ ഒരു ഫോർമുലാസ്, ഇതിലൂടെ നമ്മൾ ഡെറൈവ് ചെയ്യുന്ന ഫോർമുലാസ് മറ്റ് സ്റ്റേറ്റ്സിലേക്ക് എല്ലാം കൊണ്ടുപോകുക. ക്രിക്കറ്റ് ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല, ലോകം മുഴുവൻ എത്തേണ്ട ഒരു ഗെയിമാണ്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. നമ്മുടെ പ്ലേയേഴ്സിനെ എല്ലാവരെയും ബ്രാൻഡ് ചെയ്ത് കൊണ്ടുപോകണം. അവർ നാളെ മറ്റുള്ളവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കേണ്ട രീതിയിൽ അവരെ നല്ലൊരു പരിശീലകനായി മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും. പിന്നെ എല്ലാം തുടക്കം തൊട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ടെലികാസ്റ്റ് പോലും ഏറ്റവും മികച്ച രീതിയിലുള്ള ടെലികാസ്റ്റാണ്. അതായത് ഇവരെല്ലാം, ഈ പ്ലേയേഴ്സെല്ലാം നാളെ ഗ്ലോബലായി മാറാൻ പോവുകയാണ്. അപ്പോൾ ഗ്ലോബലായി മാറുമ്പോൾ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവരെ ബ്രാൻഡ് ചെയ്യണം ബേസിക്കലി. അപ്പം സ്റ്റാർ സ്പോർട്സ് ഇതിനെ ലോകം മുഴുവൻ എത്തിക്കുമ്പോൾ നമുക്ക് ലോകം മുഴുവൻ ഇതിൻ്റെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ചെയ്യുമ്പോൾ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഇവരുടെ ഫാൻസായി മാറാൻ സാധിക്കും. ഇതിലൂടെയാണ് ക്രിക്കറ്റ് വളരുന്നത്. നാളെ ഇന്ത്യൻ ടീമിൽ ഒരു സഞ്ജു സാംസണും കളിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ശ്രീശാന്ത് കളിച്ചതുപോലെ തീർച്ചയായിട്ടും നല്ല നല്ല പ്ലേയേഴ്സ്, ഒന്നോ രണ്ടോ അല്ല,
എല്ലാ വർഷവും നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ ഇവരിലേക്ക് എത്തിക്കണം, IPL ഇവരെ കൊണ്ടുപോകണം, ഇവർക്ക് നല്ലൊരു വരുമാന മാർഗം തന്നെ ഉണ്ടാക്കണം. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ഞങ്ങളുടെ സ്ഥാപനം ചെയ്യുന്നത് ഈ ക്രിക്കറ്റ്, ഞങ്ങളിപ്പം ഏരീസ് പട്ടാവടി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്ന് കേരളത്തിലെ നമ്പർ 3 ആണ്. ആ ക്ലബ്ബിൽ കളിക്കുന്നവർ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നാളെ ഓക്കെ ഇത് മതി, ഞങ്ങൾ ക്രിക്കറ്റിൽ നിന്ന് നിങ്ങൾ വിരമിക്കുകയാണെന്ന് തീരുമാനിക്കുന്ന ദിവസം തന്നെ അവർക്ക് ഏരീസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് അവരുടെ ജോബ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്ന അതേ ഫോർമുല മറ്റുള്ളവർക്കും ചെയ്യുവാനായിട്ട് ഞങ്ങൾ വഴികാട്ടി ആവാൻ ശ്രമിക്കുകയാണ്.